ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ന് മൂന്നാം മോഡി സർക്കാർ അധികാരമേൽക്കുകയാണ്. 14-ലും 19-ലും ബി ജെ പിയുടെ ഭരണമായിരുന്നു, ബി ജെ പി സർക്കാരായിരുന്നു. ഇപ്പോൾ അതിനൊരു മാറ്റമുണ്ട്. ഇപ്പോൾ എൻ ഡി എ സർക്കാരാണ്, കൂട്ടുകക്ഷി ഭരണം. അതിൽ വളരെയധികം സന്തോഷം. ശക്തമായ ഒരു പ്രതിപക്ഷവും നമ്മളെ രാജ്യത്ത് വന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മൂന്നാം മോഡി സർക്കാർ അവർ ബി ജെ പിയുടെ ഭൂരിപക്ഷത്തോടു കൂടി ബി ജെ പിയുടെ ഭരണമാണ് ഈ മോഡി സർക്കാർ വന്നിരുന്നെങ്കിൽ ഇനിയത് ഏകാധിപത്യ ഭരണമായി മാറിയെന്ന ആ ഏകാധിപത്യ ഭരണത്തിൽ നിന്നും നമ്മളെ കാത്ത സൃഷ്ടാവിന് നമ്മൾ സുജൂദിലായിക്കൊണ്ട് നന്ദി പറയുകയാണ്. രണ്ടാമത് നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നത് ധ്രുവ് റാട്ടി എന്നുള്ള ആ ചെറുപ്പക്കാരന്. അവൻ എവിടെയോ ദൂരെ ഇരുന്നു കൊണ്ട്, ജർമ്മനിയിലിരുന്നു കൊണ്ട് അവൻ അതിൻ്റെ സത്യാവസ്ഥകൾ മുഴുവനും, ഈ ഏകാധിപതികളുടെ സത്യാവസ്ഥകൾ മുഴുവനും തുറന്നു കാട്ടി. കാരണം ഹിന്ദുക്കൾ നല്ലൊരു രീതിയിൽ ജീവിക്കുകയായിരുന്നെന്നും പിന്നെ ആ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മുസ്ലിങ്ങൾ വന്നെന്നും ഇപ്പം മുസ്ലിങ്ങളാണ് അവരെ ശത്രുക്കളെന്നും ഓരോ കാര്യങ്ങൾ ഹിറ്റ്ലർ എന്താണ് ചെയ്തത് അതുപോലെയുള്ള ഒരു പ്രവർത്തനങ്ങളെല്ലാം വാട്സപ്പ് വഴിയും പല രീതിയിൽ അതിൻ്റെ തെളിവുകൾ മുഴുവനും റാട്ടി രേഖപ്പെടുത്തി കാണിച്ചു. ഏകാധിപത്യയുടെ ഭരണം. ഈ ഊഴവും കൂടി അവരെ കയ്യിലാണ് നമ്മളെ നല്ലവരായ ഹിന്ദു സമൂഹം, നല്ലവരായ ഹൈന്ദവരും മറ്റുള്ള എല്ലാവരോടും കൂടി അവരെ എപ്പോഴും അവരെ കയ്യിലായിരുന്നു ആ ഭരണം കൊടുത്തിരുന്നെങ്കിൽ റഷ്യയിലും അതുപോലെ കൊറിയയിലും നടക്കുന്ന ഏകാധിപത്യ ഭരണം പോലെയായിരുന്നു. പിന്നെ ഒരാൾക്കും ചലിക്കാനേ കഴിയില്ല. ചലിച്ചു കഴിയുന്ന ഇപ്പോൾ റഷ്യയിൽ തന്നെ കണ്ടില്ലേ, ചലിച്ചു കഴിഞ്ഞാൽ അവനെ ജയിലിട്ട് തന്നെ തട്ടുകയാണ്. ആ നിലയിൽ എത്തിച്ചേർന്നതിനായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മളെ കാക്കുകയും എല്ലാ ഹൈന്ദവ സഹോദരങ്ങൾക്കും അതുപോലെ നമ്മളെ ഇന്ത്യൻ്റെ ഭരണഘടന അതിനെ മുറുകെ പിടിക്കുവാനും ഇന്ത്യൻ്റെ അതേ സ്വാതന്ത്ര്യം മത രീതിയിൽ എല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കുവാനും എല്ലാം നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകും. കാരണം ഈ സർക്കാർ ഇനിയിപ്പോൾ പഴയതുപോലെയൊന്നും ഒക്കില്ല. നേരത്തെയൊക്കെ നമ്മളെ മോഡിജി വരുന്നത് ഭയങ്കരമായ രീതിയിലൊക്കെയാണ് വന്നത്. നടത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ അല്ലേ. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ അതൊക്കെ മാറി സാധാരണയായി. പിന്നെ ദൈവമെന്ന് പറഞ്ഞു. ദൈവമെന്ന് ആര് പറഞ്ഞിട്ടുണ്ടോ, ദൈവമെന്ന് ഏതെങ്കിലും ഒരു ഭരണാധികാരി പറഞ്ഞിട്ടുണ്ടോ, അവരെ നാശം പിന്നെ അവർ തുടരുകയാണ്. യഥാർത്ഥ ദൈവം പിന്നെ ദൈവം അത് കാണിച്ചു കൊടുക്കും. ഫിറവൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു 3000 വർഷങ്ങൾക്ക് മുമ്പ്. ഈജിപ്തിൻ്റെ അധികാരിയായിരുന്നു ഫിറവൻ. ഈ ഫിറവൻ ഒരു ഖബർ സൂക്ഷിപ്പുകാരനായിരുന്നു. പിന്നെ അതിൽ നിന്നും ഉയർന്ന് ഈ ഖബർ അടക്കാൻ കൊണ്ട് വരുന്നവരെന്നൊക്കെ പൈസ വലിച്ച് ആ സാമ്പത്തികം മുടക്കി മിലിട്ടറിയിലേക്ക് ചേർന്ന്, മിലിട്ടറിയിൽ നിന്നും എല്ലാം പൈസയുടെ പുറത്താണ് ഇങ്ങനെ ഓരോന്നായി ഉയർന്നു വന്നു. അവസാനം ആ ഭരണം പിടിച്ചടക്കപ്പെട്ടു. അവസാനം ഈ ഫിറവൻ പറഞ്ഞതെന്താ, ഞാൻ ദൈവമെന്ന് പറഞ്ഞു. ദൈവമെന്ന് ഈ ഫിറവൻ അഹങ്കരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നീ ദൈവമല്ല എന്ന് സൃഷ്ടാവ് അത് ഒരു പ്രവാചകൻ വഴിയൊക്കെ പല രീതിയിലും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് അദ്ദേഹം കൂടുതൽ പിന്നെ അത് ദൈവമായി അഭിനയിക്കുകയും 70,000 ഗർഭിണികളെയും കുട്ടികളെയും മൊത്തവും കൊന്ന് വംശനാശം വിതയ്ക്കുകയും ചെയ്തു. അവസാനം അവൻ്റെ മകളുടെ വയറ്റിൽ തന്നെ മൂസ എന്ന അവനെ വധിക്കുവാൻ വേണ്ടി മൂസ എന്ന ആ നബിയെ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ആ മൂസ തന്നെ നൈൽ നദിയിൽ അവനെ താക്കുകയും ചെയ്തു. എന്നിട്ട് സൃഷ്ടാവ് പറയുകയുണ്ടായി, അവനെ ഇങ്ങനെയുള്ളവന്മാരെ ഈ കിയാമം, കാരണം ലോകത്തിൻ്റെ അവസാന കാലഘട്ടം വരെ ഈ ഭൂമിയിൽ വെച്ചിരിക്കുമെന്ന് പറഞ്ഞു. അന്ന് ആർക്കും അത് സംശയമില്ലായിരുന്നു. അങ്ങനെ കാലഘട്ടങ്ങളും വർഷങ്ങളും അവനെ ശിക്ഷിക്കാൻ കടലിനുള്ളിൽ തന്നെ വർഷങ്ങളോളം ഇട്ട് നരയിപ്പിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറേ വർഷങ്ങൾ
ആയിരം കണക്കിന് വർഷങ്ങളങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ സംശയം, ഇങ്ങനെ ഒന്നുണ്ടല്ലോ, കിടപ്പുണ്ടല്ലോ, അത് കാണുന്നില്ല, അപ്പോൾ അത് കള്ളമായിരിക്കും, ഇങ്ങനെ അവനെ ലോകത്തിൻ്റെ അവസാനം വരെയും ഭൂമിയിൽ വെച്ചിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംശയം ജനങ്ങൾക്ക് വന്നപ്പോൾ കടലിൽ നിന്നെടുത്ത് നീ വെളിയിൽ തള്ളി. അതാണ് ഫിറവൻ. അത് ഇന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ഫിറവൻ തന്നെയാണ്. നിങ്ങൾക്ക് ഈജിപ്തിൽ പോയാൽ കാണാം. അത് നല്ലവരായ ആൾക്കാരെ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്, നല്ലവരായ ആൾക്കാരെ ഏൽപ്പിച്ചാൽ അത് വീണ്ടും നശിപ്പിക്കാൻ പോവുക. അല്ല, ശത്രുക്കളെ കൊടുത്ത് ദൈവം അതിനെ, അതായത് സൃഷ്ടാവ് അതിനെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. അത് ആർക്കും നശിപ്പിക്കാൻ, അതിനെ ലോകത്തിൻ്റെ അവസാന കാലഘട്ടം വരെ ഈ ഭൂമിയിൽ വയ്ക്കും. ഇനി വരുന്ന ഭരണാധികാരികൾക്കും ഭരണം നടത്തുന്നവർക്കും എല്ലാം അതൊരു പാഠമാകാൻ വേണ്ടി മാത്രമാണ് അതിനെ ലോകത്തിൻ്റെ അവസാന കാലം വരെയും ഈ ഭൂമിയിൽ തന്നെ വെച്ചിരിക്കുമെന്ന് പറഞ്ഞു. അത് വെച്ചിരിക്കുക തന്നെ ചെയ്യും. അതാർക്കും മാറ്റുവാനോ മാറിപ്പോവുകയോ ഇല്ല. അത് ഉറപ്പായത്, അത് ദൈവത്തിൻ്റെ അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അത് സൃഷ്ടാവ് കൽപ്പനയാണ്. അതുപോലെ തന്നെ നടപ്പാക്കുകയും ചെയ്യും. ഇവിടെ ആരും ദൈവവുമല്ല, നമ്മളാരും ദൈവവുമല്ല, ദൈവമാകത്തു ആരെയും അംഗീകരിക്കുകയും വേണ്ട. അങ്ങനെ ഒരു ദൈവവും ഇല്ല. പിന്നെ ആൾ ദൈവമായി വരുന്നവരുടെ അവസ്ഥ എല്ലാം ഇത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്, നമ്മളെ ജനങ്ങൾക്കല്ല. കാരണം നമ്മളെ കേരളത്തിലുള്ളവർക്കും മറ്റുള്ള സ്റ്റേറ്റുകളിലുള്ളവർക്കും മറ്റെല്ലാ ജനങ്ങൾക്കും, എല്ലാ ഹൈന്ദവ സഹോദരങ്ങൾക്കും മറ്റുള്ള എല്ലാ മനുഷ്യർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ടൈം മീഡിയ.